+1 പൊളിറ്റിക്സ് സിമ്പിൾ ആണോ? ഒരുപാട് മെസ്സേജുകൾ ഇതാണ്. കാരണം നിങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ 10ാം ക്ലാസ്സിലുള്ള സമയത്ത് കേൾക്കാത്ത സബ്ജക്റ്റാണ് ഈ പൊളിറ്റിക്സ്, എക്കണോമിക്സ്, സോഷ്യോളജി. അപ്പോൾ ഓരോ ടീച്ചേഴ്സിനും ഓരോ സംശയങ്ങൾ വരുന്നുണ്ടാവും. എനിക്ക് നിരന്തരം വന്ന മെസ്സേജ് ഇതായിരുന്നു, പൊളിറ്റിക്സ് സിമ്പിൾ ആണോ എന്നുള്ളത്. എടാ ഞാൻ ഒറ്റ കാര്യം പറയട്ടെ, +1 പൊളിറ്റിക്സ് സിമ്പിൾ ആണ് നിങ്ങൾ തുടക്കം മുതലേ പഠിച്ചു തുടങ്ങിയവർക്ക് മാത്രം. കാരണം 20 ചാപ്റ്ററാണ് നിങ്ങൾക്ക് +1 പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. ഈ 20 ചാപ്റ്റർ ആദ്യത്തെ ഒരു 3-4 ചാപ്റ്റർ നിങ്ങൾക്ക് ഭയങ്കര രസകരമായിട്ട് പോകും. പിന്നെ ഒരു 5-6 അങ്ങോട്ട് കടക്കും അതിൻ്റെ ഒരു നമ്മൾ പറയില്ല, അതിൻ്റെ ഒരു സ്റ്റേജ് തന്നെ ഇങ്ങനെ മാറിപ്പോവും. ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഇങ്ങനെ ഫസ്റ്റ് ചാപ്റ്റർ, 1ാമത്തെ 2ാമത്തെ ചാപ്റ്റർ എന്താണെന്ന് പോലും ഓർമ്മ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരു 15ാമത്തെ ചാപ്റ്റർ ഒക്കെ എടുത്തു വരുമ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ 10 ചാപ്റ്റർ മറന്നിട്ടുണ്ടാവും. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് ടഫ് തന്നെയായിരിക്കും. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് ഞാൻ പറഞ്ഞിട്ട്, ഓരോ ചാപ്റ്ററിൽ നിന്നും മാക്സിമം 2 ക്വസ്റ്റ്യനെ ചോദിക്കുള്ളൂ. ഓരോ ചാപ്റ്ററിൽ നിന്ന് മാക്സിമം 2 ക്വസ്റ്റ്യൻ. ആ 2 ക്വസ്റ്റ്യൻ ഏതെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാനും കഴിയും. നിങ്ങൾ ഓരോ ചാപ്റ്ററും നമ്മൾ പറയുന്ന രൂപത്തിൽ നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ സുഖസുന്ദരായിട്ട് പഠിക്കാൻ കഴിയും. എനിക്ക് തോന്നുന്നത് എക്കണോമിക്സ് അല്ലെങ്കിൽ മറ്റുള്ള സബ്ജക്റ്റിനെയൊക്കെ സംബന്ധിച്ച്, ഹിസ്റ്ററി, ഇതിനൊക്കെ സംബന്ധിച്ച് ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റിയ ഒരു സബ്ജക്റ്റ് ഏതാന്ന് ചോദിച്ചാൽ അത് പൊളിറ്റിക്സ് ആണെന്ന് ഞാൻ പറയുള്ളൂ. +1 പൊളിറ്റിക്സ്. +2 എത്തുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഗതി മാറും. +2 ഫുൾ മാർക്ക് വാങ്ങാന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് മറ്റുള്ള സബ്ജക്റ്റിനെ അപേക്ഷിച്ച്. +1 നിങ്ങൾക്ക് ഏറ്റവും നല്ല രൂപത്തിൽ ഇപ്പൊ തന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ ഫുൾ മാർക്ക്, എന്നെങ്കിലും നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റ് ഫുൾ മാർക്ക് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷെ നിങ്ങൾക്ക് ഇതാ ഒരു സുവർണ അവസരം വരുന്നത്. നിങ്ങൾ പൊളിറ്റിക്സ് ഉണ്ടോ നിങ്ങൾക്ക് സബ്ജക്റ്റിൽ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഫുൾ മാർക്ക് വാങ്ങാനും കഴിയും, സിമ്പിളായിട്ട് കഴിയും. ടോട്ടൽ 20 ചാപ്റ്റർ എന്നുള്ളത് വളരെ 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 രസകരമായിട്ട് തന്നെ പഠിച്ചു കൊടുക്കാൻ പറ്റും. ഇനി ഈ 20 ചാപ്റ്റർ എങ്ങനെയാണെന്ന് വെച്ചാൽ പാർട്ട് 1, പാർട്ട് 2 ഈ രൂപത്തിലുണ്ടാവും. അപ്പൊ നമുക്ക് ചാപ്റ്റർ 1.1 എന്ന് നോക്കുമ്പോൾ ആദ്യത്തെ പാർട്ടിലെ 1ാമത്തെ ചാപ്റ്റർ, 1.2 എന്ന് പറയുമ്പോൾ ആദ്യത്തെ പാർട്ടിലെ 2ാമത്തെ ചാപ്റ്റർ. അപ്പൊ 2.1 എന്തായിരിക്കും? 2ാമത്തെ പാർട്ടിലെ 1ാമത്തെ ചാപ്റ്റർ. 2.2 2ാമത്തെ പാർട്ടിലെ 2ാമത്തെ ചാപ്റ്റർ. അങ്ങനെ 2 പാർട്ടിലായിട്ട് 10, 10, 20 ചാപ്റ്ററാണ് ഉള്ളതെന്ന് അറിയാമല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് ഫസ്റ്റ് പാർട്ടിൽ ഉണ്ടായിരിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയെ പറ്റിയിട്ടാണ്. ഭരണഘടന എങ്ങനെ ഉണ്ടായി, ഭരണഘടന ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനത്തെ കുറച്ച് ചാപ്റ്റേഴ്സ്. പിന്നെ നേരെ വരുമ്പോൾ അതിന്റെ തിയറി പാർട്ടുകളാണ് പാർട്ട് 2ലേക്കും വരുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈസി തന്നെയാണ്, പക്ഷെ അത്യാവശ്യം പഠിക്കാണ്ട്. ഏതെങ്കിലും 2 ചാപ്റ്ററിന്റെ ആ കണക്ഷൻ അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പോകും. അപ്പൊ സിമ്പിളാണോ എന്നുള്ള ചോദ്യത്തിൽ ഞാൻ പറയും, എനിക്ക് തോന്നുന്നു മറ്റുള്ള സബ്ജക്റ്റിനെ അപേക്ഷിച്ച് സിമ്പിളാണ്. പക്ഷേ അതെവിടെങ്കിലും വഴിയിൽ കളഞ്ഞിട്ട പോലെ നിങ്ങൾ പകുതി വഴിയിൽ നിന്ന് അത് ഇട്ട് വരരുത്. അത് അടിപൊളിയായിട്ട് തന്നെ മുന്നോട്ട് പോകണം. അപ്പൊ സിമ്പിളാണ്, ഇതുവരെ സിമ്പിളാണ്. പക്ഷെ നിങ്ങൾ എവിടെങ്കിലും അത് വഴിയിൽ കളഞ്ഞു പോയി കഴിഞ്ഞാൽ അതൊരിക്കലും സിമ്പിളേ അല്ല. ഓക്കെ, താങ്ക് യു.